അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ, മാതാപിതാക്കളെ അംഗീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ തന്നെ എന്റെ ദുനിയാവും ആഖിറവും വിജയിച്ചു പോയി. ഈ ശബ്ദം ശ്രവിച്ച, ഈ ശബ്ദം കേട്ട എന്റെ ഉമ്മയും ഉപ്പയും എന്റെ സഹോദരിയും കൂട്ടുകാരനും എന്റെ ചെറിയ മക്കളും ഈ വയസ്സ് ചെന്ന ഉപ്പമാരും ഇന്ന് ഈ സമ്മേളനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ, ഈ വിജ്ഞാനത്തിന്റെ സദസ്സ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ, 4 മാസത്തിൽ എനിക്ക് റൂഹൂദിയത് മുതൽ പൊക്കിൽ കൊടിയിലൂടെ എനിക്ക് ഭക്ഷണം തന്ന എന്റെ ഉമ്മയുണ്ടല്ലോ, എന്നെ ഓർത്തുകൊണ്ട് നിമിഷങ്ങൾ എണ്ണിക്കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ, എന്നെ ഓർത്തുകൊണ്ട് എല്ലാ സമയത്തും വേദന സഹിച്ച എന്റെ ഉമ്മ, എന്നെ ഓർത്തുകൊണ്ട് പ്രസവത്തിന്റെ സമയത്ത് സന്തോഷിച്ച എന്റെ ഉമ്മ, മരണവേദനയ്ക്ക് തുല്യമായ വേദന സഹിച്ച എന്റെ ഉമ്മ, എനിക്കൊരു പനിയങ്ങ് വന്നാ ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് വന്നൊരു നനഞ്ഞ തുണി കൊണ്ട് എന്റെ നെറ്റിത്തടത്തിലിട്ട് കരഞ്ഞുകൊണ്ട് തലോടുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. മോനെ, ആ ഉമ്മയുടെ സമീപത്തേക്കങ്ങ് ചെന്നിട്ട്, ഉമ്മ, നിങ്ങൾക്കറിയുമോ എന്റെ ഉമ്മ 11 പ്രസവിച്ച ഉമ്മയാണ്, ഞാൻ 11ാമനാണ്. ഞാൻ ഈ വിഷയം പറയാൻ വേണ്ടി, ഉമ്മയെക്കുറിച്ചുള്ള വിഷയം പറയാൻ വേണ്ടി എടുത്തപ്പോ ഞാൻ എന്റെ 11 പ്രസവിച്ച ഉമ്മയെ പിടിച്ചിരുത്തി. അന്ന് എന്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന സമയമാണ്. എന്റെ വാപ്പയും ഉമ്മയും ഇരിക്കുമ്പോ ഞാൻ എന്റെ വാപ്പയുടെയും ഉമ്മയോടും എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഞാൻ ചോദിച്ചു, ഉമ്മ, എന്താണ് പ്രസവത്തിന്റെ വേദന എന്ന് ചോദിച്ചപ്പോ എന്റെ ഉമ്മ ഒരു മറുപടിയും എന്നോട് പറഞ്ഞില്ല. പകരം 2 കണ്ണുനീരാണ് വന്നത്. എന്റെ വാപ്പ എന്നെ ആശീർവദിച്ചു വിട്ടു. ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, നേരം പോക്കിന് വേണ്ടി സദസാ ഖബറിലെന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങളെ ഉമ്മയുടെ മുന്നിലൊന്ന് ചെന്ന് നിൽക്കണം. നിങ്ങളെ പഠനത്തിൽ നിലവാരം കുറയുമ്പോ, നിങ്ങളെ ബിസിനസ്സിൽ മോശം വരുമ്പോ, സൊല്യൂഷൻ തേടി നാട് മൊത്തം അലയുമ്പോ ഉമ്മയുടെ മുന്നിലൊന്ന് ചെന്ന് നിൽക്കണം. എന്നിട്ട് ഉമ്മയുടെ കവിളിലൊരു മുത്തം കൊടുക്കണം. എന്നിട്ട് ഉമ്മയോട് വിഷയം പറയണം. എന്നിട്ട് ആ മാതാവിന്റെ കൈകളെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട്, ഉമ്മ, എനിക്കൊന്ന് ദുആ ചെയ്ത് തരുമോ എന്ന് ചോദിക്കണം. ആ ഉമ്മയ്ക്കൊരു മുത്തം കൊടുത്ത് സന്തോഷിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോ, നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷേ ഭർത്താവിന്റെ ഉമ്മയെയും അയാളെയും തമ്മിൽ തെറ്റിക്കരുത്. കാരണം ഭർത്താവിന്റെ സ്വർഗത്തിനെ തച്ചുടച്ച് കളയരുത് മോളെ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ലെന്നാണോ നമുക്ക് പരാതി? ആ ഉമ്മയുടെ മുന്നിൽ ചെന്ന് പിടിച്ചിട്ട്, ഉമ്മ, കഴിഞ്ഞ കാലത്ത് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെങ്കിലും കരകാണാത്ത കരുണയുടെ കടലല്ലേ പൊന്നുമ്മ, എനിക്ക് പുറത്തു തരണേ എന്ന് പറയാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്ക് ചെറുപ്പക്കാരാ. എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ കഷ്ടപ്പെടുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ഉമ്മ മരിച്ചെന്നാണോ എങ്കിലാ പള്ളിക്കാട്ടിലേക്ക് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ പാതിരാവിന്റെ കൂരിരുട്ടില് പണ്ട് എന്റെ ഉമ്മയുടെ എത്ര ഉറക്കം ഞാൻ കളഞ്ഞതാ. ഒന്ന് എഴുന്നേറ്റ് ആരും കാണാതെ പള്ളിക്കാട്ടിലേക്ക് ചെന്നിട്ട് എന്റെ ഉമ്മാന്റെ ഖബറിന്റെ മുന്നിലങ്ങ് ചെന്നിട്ട്, ഉമ്മ, നിങ്ങളുടെ പൊന്നുമോൻ ഇതാ വന്നു ഉമ്മ, ഞാൻ നിങ്ങളോട് ഏതെങ്കിലും സമയത്തും ഏതെങ്കിലും സാഹചര്യത്തിലും പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എന്നോട് പൊറുക്കണേ ഉമ്മ. ഇങ്ങനെ നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലും ആ ഖബറിന്റെ പുറത്ത് ഒരു 2 കണ്ണുനീര് വീഴ്ത്താൻ ഇവിടെ കൂടിയ ഓരോരുത്തർക്കും സാധിച്ചാൽ നമ്മുടെ ഈ ചെലവഴിച്ച നിമിഷങ്ങൾ നമുക്ക് സാക്ഷിയാണ്. അല്ലാഹു സ്വർഗം തരാതിരിക്കുമോ? അല്ലാഹു നമ്മെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ.